2002 വോട്ടർ പട്ടിക എന്നൊക്കെ പറയുമ്പോൾ 20-23 കൊല്ലം മുമ്പുള്ളതാണല്ലോ. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ചോദിക്കുമ്പോൾ പലരും വീട് മാറിപ്പോയിരിക്കുന്നു. പുതിയ നിരവധി വീടുകൾ വന്നിരിക്കുന്നു, വില്ലകൾ വന്നിരിക്കുന്നു, ഫ്ളാറ്റുകൾ വന്നിരിക്കുന്നു. അതിലുള്ള താമസക്കാരെ ഐഡന്റിഫൈ ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട്, അവിടെ എല്ലാം രേഖകൾ പലതും നാട്ടിലായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ജന്മനാട്ടിലായിരിക്കും. നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വലിയ പ്രതിസന്ധി, ഇതെല്ലാം വളരെ ധൃതി പിടിച്ച് ടാർഗറ്റ് നിശ്ചയിച്ച് ഇത്ര ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കണം എന്ന് നിഷ്കർഷിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. ഈ ഡിജിറ്റലൈസേഷൻ്റെ ഭാഗമായിട്ടെല്ലാം ഇതെല്ലാം സ്കാൻ ചെയ്യുകയും അതിൻ്റേതായിട്ടുള്ള വർക്കുകളെല്ലാം ഉണ്ട്. രാത്രി വളരെ കഠിനാധ്വാനം ചെയ്താൽ പോലും ഓരോ ദിവസവും ചെന്ന് ശേഖരിക്കുന്ന വിവരങ്ങൾ അവർക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ വരുന്നൊരു സാഹചര്യമൊക്കെ വരികയാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട അനീഷ് ജോർജിൻ്റെ പിതാവ് തന്നെ പറഞ്ഞു, രാത്രി 1:30 വരെ അദ്ദേഹം ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ആ ഒരു വലിയ ബുദ്ധിമുട്ടിലായിരുന്നു അദ്ദേഹം എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഒരു മുഴം കയറിൽ ഒരു BLO ജീവിതം അവസാനിപ്പിക്കുന്നത് നമ്മൾ കാണുകയാണ്. പങ്കു പറഞ്ഞു രാജസ്ഥാനിലെ കേസ്, ട്രെയിന് മുന്നിൽ ചാടിയാണ് ഒരു BLO ജീവിതം അവസാനിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ബംഗാളിൽ നിന്നും ഇത്തരത്തിൽ സമാനമായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. വളരെയധികം ജോലി ഭാരം അടിച്ചേൽപ്പിച്ച് ടാർഗറ്റ് നിശ്ചയിച്ച് സമയബന്ധിതമായി പൂർത്തീകരിച്ചില്ലെങ്കിൽ മറ്റ് നടപടി എന്നെല്ലാം പറഞ്ഞ് കളക്ടർമാർ വലിയ സമ്മർദ്ദം ഇലക്ഷൻ കമ്മീഷനും BLOമാരുടെ മേൽ ചുമത്തുകയാണ്. ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റ ശബ്ദത്തിൽ പറഞ്ഞു, അതുപോലെ തന്നെ ജീവനക്കാരുടെ സംഘടന ഒറ്റക്കെട്ടായി പറഞ്ഞു, ഒന്ന് നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ തന്നെ ഇത് അടിച്ചേൽപ്പിക്കരുത്. ഇത് കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. ഇതിന് സമയം എക്സ്റ്റെൻഡ് ചെയ്ത് തരണം. ഏതെങ്കിലും തരത്തിൽ ഒരു കാലഘട്ടം നിശ്ചയിച്ച് ഡിസംബർ മാസം 9 ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കണം എന്ന തീരുമാനമെടുക്കുന്നതിന് പിന്നിൽ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റ സ്വരത്തിൽ പറഞ്ഞിട്ട് പോലും ഇലക്ഷൻ കമ്മീഷൻ അത് ചെവിക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിയിൽ സമാനമായിട്ടുള്ള മാറ്ററുകൾ പെൻഡിംഗ് ആണ് എന്നതുകൊണ്ട് സെയിം കോടതി തന്നെ പരിഗണിക്കട്ടെ എന്നതാണ് സിംഗിൾ ബെഞ്ച് പറഞ്ഞത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമ പോരാട്ടം നടത്തേണ്ട ഒരു സാഹചര്യമാണ്. ഇതിനിടയിൽ എത്ര പേരുടെ ജീവൻ നമുക്ക് നഷ്ടമാകും, എത്ര പേർ സ്ട്രോക്ക് അടക്കമുള്ള മറ്റു തരത്തിലേക്ക് വഴിതെറ്റി വീഴും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത്തരത്തിൽ വലിയ സമ്മർദ്ദം ജീവനക്കാരുടെ മേൽ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ മേൽ, അതുപോലെ തന്നെ വീടുകളിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന മറ്റു ബുദ്ധിമുട്ടുകളെല്ലാം ഇവർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും മെറിറ്റാണ് ഈ വിഷയത്തിൽ സമയം വേണം, നീട്ടിവെക്കണം എന്നുള്ള ആവശ്യം.